ഈ അഹമ്മദാബാദിൽ നടന്ന വിമാന ദുരന്തത്തിൽ പത്തനംതിട്ടയിലെ നഴ്സ് രഞ്ജിത ഗോപകുമാറിനും ജീവൻ നഷ്ടമായി എന്നുള്ളത് കേരളത്തിനും വലിയ നഷ്ടമാണ്. കോഴഞ്ചേരി പുല്ലാട്ട് സ്വദേശിനിയാണ് രഞ്ജിത. ദിവസങ്ങൾക്ക് മുമ്പാണ് ബ്രിട്ടനിൽ എത്തിയത്. ഒമാനിൽ നഴ്സായിരുന്നു. ബ്രിട്ടനിലേക്ക് തിരിച്ചു മടങ്ങുമ്പോഴാണ് ഈ ദുരന്തം ഉണ്ടായത്. ഇപ്പോഴും പുല്ലാട്ടുകാർക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു ദുരന്തം. മൂന്ന് ദിവസത്തെ അവധിക്കായാണ് രഞ്ജിത നാട്ടിലെത്തിയത്. നാളുകൾക്ക് ശേഷം അമ്മയെ കണ്ട സന്തോഷത്തിലായിരുന്നു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനും 3ാം ക്ലാസ്സുകാരിയായ മകളും. മക്കൾക്ക് കണ്ടു കൊതി തീർന്നില്ല ഇടയ്ക്ക് നാട്ടിലെത്തുന്ന അമ്മയെ. ബ്രിട്ടനിൽ തിരികെയെത്തി രഞ്ജിതയുടെ വിളിയും കാത്തിരിക്കുകയായിരുന്നു മക്കളും രഞ്ജിതയുടെ മാതാവ് തുളസിയും. എന്നാൽ ഇന്നുച്ചയ്ക്ക് ശേഷം ആ വീട്ടിലേക്കെത്തിയത് ദുരന്ത വാർത്തയാണ്. ഗൾഫ് നാടുകളിലായിരുന്നു, പിന്നീട് UK-യിലായിരുന്നു. UK-യിൽ നിന്ന് 3 ദിവസത്തേക്ക് അവധിക്ക് വന്നാണ്. ജോലി PSC റാങ്ക് ലിസ്റ്റിൽ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ പേപ്പർ വർക്കുകളൊക്കെ ചെയ്തിട്ട് തിരികെ വരണമെന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് മടങ്ങിപ്പോയിരിക്കുന്നത്. ഇന്നലെ ഇവിടുന്ന് ചെന്നൈക്കാണ് പോയത്. അവിടുന്ന് ചെന്നൈയിൽ നിന്ന് ഫ്ലൈറ്റിന് പോകുമെന്നാണ് അറിയിപ്പുള്ളത്. അപ്പോൾ അതിനുശേഷമാണ് ഇങ്ങനെ അപകടത്തിൽപ്പെട്ടു എന്ന വിവരം ലഭിച്ചിരിക്കുന്നത്. ഇത്തിക്ക ഇന്ന് സ്കൂളിൽ വരികയും നല്ല സന്തോഷത്തോടെ അവൾ പഠിക്കുകയും കുഞ്ഞ് പഠിച്ച് 3:30 ആയപ്പോൾ സ്കൂളിൽ നിന്ന് പോയതാണ്. ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയി. മീൻസ് കുഞ്ഞുങ്ങളെ കൊണ്ട് വിട്ടു. അപ്പോൾ ഡ്രൈവർ അങ്കിൾ വന്നാണ് ഞങ്ങളോട് പറയുന്നത് ഇതുപോലെ കുഞ്ഞിൻ്റെ അമ്മ. അപ്പം ഞാൻ പെട്ടെന്ന് നമുക്കങ്ങ് വല്ലാത്ത ഇതായിപ്പോയി. കാരണം നമുക്ക് ഫോണുമായിട്ടൊക്കെ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. കേരള ഹെൽത്ത് സർവീസിൽ നഴ്സായിരുന്നു രഞ്ജിത. ദീർഘാവധിയെടുത്ത് കുറച്ചുനാളായി വിദേശത്തായിരുന്നു. അവധിയപേക്ഷ നീട്ടുന്നതിന്റെ ഭാഗമായാണ് രഞ്ജിത നാട്ടിലെത്തിയത്. ഇന്നലെയാണ് ലണ്ടനിലേക്കുള്ള യാത്രയുടെ ഭാഗമായി രഞ്ജിത വീട്ടിൽ നിന്നിറങ്ങിയത്. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നെടുമ്പാശ്ശേരിയിലെത്തുകയും അവിടെ നിന്ന് അഹമ്മദാബാദിലേക്ക് പോവുകയുമായിരുന്നു. രഞ്ജിതയുടെ അമ്മ തുളസി ക്യാൻസർ ബാധിതയാണ്. വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള ഓട്ടത്തിലായിരുന്നു അവർ. അത് പൂർത്തിയാകും മുമ്പ് ദുരന്തത്തിന്റെ ഇരയായി രഞ്ജിത. 24 പത്തനംതിട്ട. എന്തായാലും വലിയ സങ്കടപ്പെടുന്ന വാർത്തയായി അത്. AV ജയശങ്കർ വീണ്ടും നമുക്കൊപ്പം ശരിയാണ്. ജയശങ്കർ, ആ വീട്ടിൽ ആരൊക്കെയാണ് ഇപ്പോൾ ബന്ധുക്കളായിട്ടുള്ളത്? രഞ്ജിതയുടെ പണി പൂർത്തിയാവാത്ത വീടിന് സമീപത്ത് തന്നെയാണ് നിലവിൽ താമസിക്കുന്ന വീടുള്ളത്. അതൊരു കൊച്ചു വീടാണ്. ആ വീട്ടിൽ നിലവിൽ രഞ്ജിതയുടെ അമ്മയും 2 മക്കളുമാണ് താമസം ഉണ്ടായിരുന്നത്. അമ്മയാണ് ഈ 2 മക്കളെ, രഞ്ജിത വിദേശത്തൊക്കെ ആയിരുന്ന ഘട്ടത്തിൽ ഈ മക്കളെ നോക്കിക്കൊണ്ടിരുന്നത് ഈ അമ്മയായിരുന്നു. അമ്മയ്ക്കും ക്യാൻസർ ബാധയുണ്ട്, രോഗബാധയുണ്ട്. പിന്നെ രഞ്ജിതയ്ക്ക് സഹോദരങ്ങളുണ്ട്. അവർ നിലവിൽ വിദേശത്താണ്. ഒപ്പം തന്നെ അവർ അടൂർ ഭാഗത്തൊക്കെ വീട് വെച്ച് താമസമാണ്. പക്ഷേ ഈ വീടിൻ്റെ ചിലവും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ നോക്കിക്കൊണ്ടിരുന്നത് രഞ്ജിത തന്നെയായിരുന്നു. രഞ്ജിതയുടെ പണത്തെ ആശ്രയിച്ച് തന്നെയാണ് വീടും അവരുടെ ജീവിതമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. രഞ്ജിത നിലവിൽ താമസിക്കുന്ന വീടിനടുത്ത് മറ്റൊരു ഭവനം നിർമ്മിക്കുകയായിരുന്നു. സ്വപ്ന ഭവനം തന്നെയായിരുന്നു രഞ്ജിതയെ സംബന്ധിച്ച്. ഇത്രയും കാലം വിദേശത്ത് മസ്കറ്റിലും ഒപ്പം തന്നെ ഇപ്പോൾ UK-യിലൊക്കെ ജോലി ചെയ്ത് ആ വീട് പൂർത്തിയാക്കുക, ആ മക്കളെ നല്ല രീതിയിൽ വളർത്തുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയായിരുന്നു. ഒരു സിംഗിൾ മദർ തന്നെയായിരുന്നു രഞ്ജിത. ഒരു പോരാളി തന്നെയായിരുന്നു. ആ പോരാട്ടം മക്കൾക്കും കുടുംബത്തിനും വേണ്ടിയുള്ളൊരു പോരാട്ടമായിരുന്നു. അതാണ് ഇന്ന് വിമാനാപകടത്തിലൂടെ അവസാനിച്ചതെന്ന് പറയാം. നമ്മൾ ഈ വീട്ടിൽ വന്നപ്പോൾ നമുക്ക് തീരാ വേദന എന്നത് ആ പണി തീരാത്ത വീട് തന്നെയാണ്. 80% പണി പൂർത്തിയായി. ഉടൻ തന്നെ ആ വീട്ടിൽ കൂടി താമസിക്കാനുള്ളൊരു ഒരുക്കം നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി മരണം വില്ലനായി എത്തിയിരിക്കുന്നത്. ആ സ്വപ്നങ്ങൾ അവിടെ പാതി വഴിയിൽ നിലച്ചു. നാളെ മറ്റന്നാളൊക്കെ ചേതനയേറ്റ രഞ്ജിതയുടെ ശരീരം വരുമ്പോൾ ഈ പണി പൂർത്തിയാകാത്ത വീട്ടിലായിരിക്കും അത് പൊതുദർശനത്തിന് വയ്ക്കുക. അവരെ സംബന്ധിച്ച് അവരുടെ സ്വപ്ന ഭവനമായിരുന്നു. അവരുടെ സന്തോഷത്തോടെ ചിരിച്ച് മക്കൾക്കൊപ്പം താമസിക്കുന്നതിന് വേണ്ടി അവർ വർഷങ്ങളായി അധ്വാനിച്ച പണം ഉപയോഗിച്ച് പണിതതായിരുന്നു. പക്ഷേ ആ സ്വപ്നങ്ങളൊക്കെ അവിടെ അങ്ങനെ അവസാനിക്കുന്നതായിപ്പോയി ഈ ഒരു അപകടം. അങ്ങനെയൊക്കെ തന്നെയാണ് ഈ നാട്ടുകാരുൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. കുറച്ചുകൂടി സമയം ലഭിച്ചിരുന്നെങ്കിൽ ഈ വീട് പണിയൊക്കെ പൂർത്തിയാക്കി മക്കളെ സുരക്ഷിതമായി ഒരു ജീവിതത്തിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമമായിരുന്നു അവർ നടത്തിക്കൊണ്ടിരുന്നത്. മകൻ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്, മകൾ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അങ്ങനെ അധ്യാപകരോടൊക്കെ സംസാരിക്കുമ്പോൾ ഈ അടുത്തുപോലും അഡ്മിഷൻ സമയത്തുൾപ്പെടെ സ്കൂളിലേക്കൊക്കെ വന്ന വളരെ സജീവമായിട്ടുണ്ടായിരുന്നൊരു ആൾ പെട്ടെന്ന് ഇന്നലെ
രാത്രി നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്നു. പിന്നീട് വരുന്നത് ചേതനയറ്റ മരണ വിവരമാണ്. അത് വലിയ തോതിൽ നാട്ടുകാരെയും ബന്ധുക്കളെയൊക്കെ വിഷമിച്ചിട്ടുണ്ട്. ഇനി കുട്ടികളുടെ ഭാവി എന്തായിരിക്കും, ഈ വീട് എന്ന ആ സ്വപ്നം അത് അങ്ങനെ അവിടെ നിലനിൽക്കുമോ, അങ്ങനെയൊക്കെ വലിയ ആശങ്കകളും നഷ്ടബോധമൊക്കെ എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. ആ വലിയൊരു സങ്കടം തന്നെയാണ് ഈ വീടിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ പങ്കുവയ്ക്കുന്നത്. വൈകുന്നേരം മുതൽ ഇപ്പോൾ ഈ രാത്രി സമയം വരെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. നിരവധി ആളുകൾ ഈ വീട്ടിലേക്ക് ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണ IAS ഈ ബന്ധുക്കളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഏകദേശം അരമണിക്കൂറോളമായി ബന്ധുക്കളുമായി സംസാരിക്കാൻ തുടങ്ങിയിട്ട്. അത്രമാത്രം ഒരു വേദന കുടുംബത്തെ സംബന്ധിച്ചുണ്ട്. കാരണം അവരുടെ ഏക പ്രതീക്ഷ, അവരുടെ സ്വപ്നമൊക്കെ ആ കുട്ടികളെ സംബന്ധിച്ച് അവരുടെ അമ്മയായിരുന്നു. ഇന്നലെ രാത്രി മക്കൾക്ക് ഉമ്മയൊക്കെ നൽകിയാണ് രഞ്ജിത്ത് ചെങ്ങന്നൂരിലേക്ക് ട്രെയിൻ കയറാൻ പോയത്. ചെങ്ങന്നൂരിൽ നിന്ന് ചെന്നൈയിൽ പോയി. ചെന്നൈയിൽ നിന്ന് വിമാനത്തിൽ അലഹാബാദ് പോയി. അവിടെ നിന്ന് അങ്ങനെ ലണ്ടനിലേക്ക് ഒരു യാത്രയായിരുന്നു അവരുടെ പദ്ധതി. അതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു ട്രെയിൻ അപകടം ഉണ്ടാകുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഈ ഫോൺ വിളിച്ചപ്പോഴൊക്കെ കിട്ടാതിരുന്നപ്പോൾ തന്നെ കുടുംബത്തെ സംബന്ധിച്ച് വലിയ ആശങ്കയായിരുന്നു. പിന്നീട് ഇവർ സഞ്ചരിച്ച വിമാനം തകർന്നു എന്ന വാർത്ത ലഭിച്ചു. അപ്പോൾ പോലും ചെറിയ പരിക്കോടുകൂടിയൊക്കെ അമ്മ തിരിച്ചു വരുന്നൊരു പ്രതീക്ഷ മക്കൾക്കുണ്ടായിരുന്നു. നമ്മൾ വൈകിട്ട് 2:30-3 മണിയോടുകൂടി വീട്ടിലേക്ക് എത്തുന്നൊരു ഘട്ടത്തിൽ ആ മകൻ സ്കൂളൊക്കെ വിട്ടിങ്ങനെ ഓടി വരുന്നൊരു കാഴ്ചയുണ്ട്. അമ്മയ്ക്ക് എന്ത് പറ്റിയെന്നൊരു ചോദ്യം ആ മകനിൽ നിന്നുണ്ടായി. കുഴപ്പമൊന്നുമില്ല എന്നൊരു മറുപടി നമ്മളും നൽകി. പക്ഷേ അപ്പോഴും അവർക്കൊരു വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഒന്നും അറിയാത്തൊരു കുട്ടികളാണ് അവർക്ക് ഏക പ്രതീക്ഷ സിംഗിൾ പാരൻ്റായ അമ്മയാണ്. അമ്മയാണ് അവരെ ഇത്രയും കാലം വളർത്തിയിട്ടുള്ളത്. ഇനി അങ്ങോട്ടും അമ്മയിൽ തന്നെയായിരുന്നു അവരുടെ പ്രതീക്ഷ. അങ്ങനെ ഒറ്റയ്ക്ക് രഞ്ജിത സ്വന്തം അധ്വാനത്തിൽ മക്കളെ വളർത്തി കുടുംബം നോക്കുന്നൊരു സ്ത്രീയായിരുന്നു. അതിനുവേണ്ടിയാണ് കഷ്ടപ്പെട്ട് സർക്കാർ സർവീസിലുള്ള ജോലി ദീർഘാവധി എടുത്ത് കുറച്ചധികം പണം സമ്പാദിച്ച് മക്കളെ സുരക്ഷിത സ്ഥാനത്താക്കാൻ വേണ്ടി അവർ വിദേശത്തേക്ക് നാടും വീടുമൊക്കെ ഉപേക്ഷിച്ച് പോയത്. ആ സ്വപ്നങ്ങളും ഇതൊക്കെ പാതി വഴിയിലാക്കി രഞ്ജിത എന്തായാലും മടങ്ങിയിരിക്കുകയാണ്. ഇനി ഈ ഭൗതിക ദേഹം ഇങ്ങോട്ട് എത്തിക്കാനുള്ളൊരു കാത്തിരിപ്പിലാണ്. എന്തായാലും അവസാനമായി ഒരു നോക്ക് കാണാൻ അമ്മ ഉണ്ടാകുമെന്ന് ആ കുട്ടികൾക്കറിയില്ല. പക്ഷേ എങ്കിൽ പോലും ഈ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ ഭൗതികദേഹമെങ്കിലും അല്പമെങ്കിലും കിട്ടുമെന്നൊരു പ്രതീക്ഷ അവർക്കുണ്ട്. അതിനുവേണ്ടിയുള്ള നടപടികൾ എന്തായാലും പൂർത്തിയായി ഇങ്ങോട്ട് എത്താൻ കുറച്ചധികം സമയമെടുക്കും. എന്തായാലും വലിയ നിരാശ ഈ പുല്ലാട് എന്ന് പറയുന്ന ഗ്രാമത്തെ സംബന്ധിച്ചുണ്ട്. സ്കെൻ തീരാ നോവായി രഞ്ജിത മാറിയെന്ന് തന്നെ വേണം പറയാൻ. ഈ രാത്രി ഏറെ വൈകും നിരവധി ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ വീട് സന്ദർശിക്കും. എ.വി. ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. പുല്ലാട്ട ഈ വീട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.